ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ നമ്മുടെ അനിയത്തി ഇന്ന് വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അനിയത്തി എന്ന് പറയുമ്പോൾ കുഞ്ഞുണ്ണീൻ്റെ അനിയത്തി, സോ എൻ്റെ അനിയത്തി. അപ്പോൾ അവൾ വീട്ടിലേക്ക് വരുന്നത് പ്രമാണിച്ചുള്ള കുക്കിംഗ് വിശേഷമാണ് ഇന്ന് കാണുന്നത്. അപ്പോൾ നമ്മളിന്ന് സ്പെഷ്യലായിട്ട് ബീഫ് വെക്കുന്നുണ്ട്, അതേപോലെ തന്നെ ചിക്കൻ വെക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ നെയ്ച്ചോറും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ അമ്മയും അച്ഛനൊക്കെ അതിലുള്ള തിരക്കിലാണ്. ഞാൻ പിന്നെ വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ എനിക്കപ്പോൾ ഇതിലൊന്നും ഇടപെടാനായിട്ട് പറ്റിയില്ല, എൻ്റെ ഭാഗത്ത് കണ്ടില്ല. ഇതാണ് നമ്മുടെ ടോമി. ഇവൻ ഭയങ്കര മോശമാണ്, വീട്ടിലേക്കൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് വരില്ല, എന്നാലും വരും. ഇത് നമ്മുടെ ബീഫ് കറിയാണ്, അച്ഛൻ്റെയാണ് റെസിപ്പി. അപ്പോൾ ബീഫൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അച്ഛൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലൊക്കെ ഇട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഞാൻ കഴിക്കില്ല ബീഫ്, അത് കാരണം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. പിന്നെ കുക്കറിലിരിക്കുന്നത് നമ്മുടെ നെയ്ച്ചോറാണ്. ഇത് അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അച്ഛൻ ബീഫ് എങ്ങനെയുണ്ട് എന്ന്. എന്നിട്ട് അച്ഛൻ തന്നെ അച്ഛൻ്റെ റെസിപ്പി അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയാണ്. സൂപ്പർ എന്താണ് അച്ഛൻ പറയുന്നത്. അപ്പോൾ അച്ഛൻ നന്നായിട്ട് കുക്കൊക്കെ ചെയ്യും. അപ്പോൾ അച്ഛൻ്റെ ആയിരുന്നു ഇന്നത്തെ റെസിപ്പി. അതേപോലെ തന്നെ നെയ്ച്ചോറ് പ്രിപ്പയർ ചെയ്തത് അമ്മയാണ്. അമ്മ അവിടെ അടുത്ത് നിന്ന് ഇത് കഴിക്കുന്ന ആൾക്കൊരു കമൻറ്റ് പറയും എന്ന് പറഞ്ഞിട്ട് അമ്മ പറയാണ്. അപ്പോൾ അതാ കണ്ടില്ലേ, ബീഫ് നല്ലൊരു ടെക്സ്ചറിലൊക്കെ വന്നിട്ടുണ്ട്. കയ്യിലൊന്നും വേണ്ട, ശരി, കയ്യിൽ വേണ്ട. കഴിക്ക്. ഈ നിഖിലേട്ടൻ്റെ ചിക്കി മന്തിരിക്കണേ കഴിക്കണില്ലേട്ടാ. എങ്ങനെയുണ്ട് അമ്മന്റെ ബീഫ് കറി? അമ്മയുടെ അല്ല, അച്ഛന്റെ. സൂപ്പർ. ചിക്കൻ കഴിച്ചു നോക്കിയാ ഇതിരം ക്രേവിങ്സ് ആണ്. പിന്നെ അതേപോലെ തന്നെ വഴുതനങ്ങ ഫ്രൈ ചെയ്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ ചിക്കൻ, പിന്നെ നമുക്ക് നെയ്ച്ചോറ്, ചോറ്, അങ്ങനെ ഒരുപാട് സ്പെഷ്യലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ കഴിച്ചിട്ട് അഭിപ്രായം പറയാണ്. അതിരുന്ന് കഴിക്കുന്നത് നമ്മുടെ നിഖിലേട്ടനാണ്. നിഖിലേട്ടൻ ഒരു ഷെഫാണ്. സോ അവരുടെ അടുത്ത് അഭിപ്രായം ചോദിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ നന്നായിട്ടുണ്ട്. ബീഫാണ് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായത്. സോ അച്ഛൻ്റെ റെസിപ്പി വിജയിച്ചു. അപ്പോൾ ഇവൾക്കാണെങ്കിൽ കഴിക്കണമെന്നുണ്ട്. സോ പക്ഷേ ഛർദിക്കൊക്കെ ഉള്ളത് കൊണ്ട് കഴിക്കാനും പറ്റുന്നില്ല. അങ്ങനൊരു പ്രത്യേക സിറ്റുവേഷനിൽ അവളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അമ്മ ഇതാ എന്തൊക്കെയോ വറുത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ചിക്കൻ ചില്ലി. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഇന്നത്തെ ഫുഡൊരു അടിപൊളി സംഭവമായിരുന്നു. രാവിലെ തൊട്ട് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവരെ വെയിറ്റ് ചെയ്തിരുന്നായിരുന്നു. പക്ഷെ ഇവർ 3 മണിക്ക് വരാം, 2 മണിക്ക് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് എത്തിയത് രാത്രി ആയിട്ടോ. അപ്പോൾ നമ്മൾ ഇവരെ കുറേ ചീത്തയൊക്കെ പറഞ്ഞിട്ട് ഇവരിതാ കഴിക്കാതിരിക്കുന്നത് കണ്ടില്ലേ. വഴുതനങ്ങ ഫ്രൈ അടിപൊളിയായിട്ടുണ്ടായിരുന്നു, അമ്മ ഉണ്ടാക്കിയതാണ്. പിന്നെ നമ്മൾ പത്തിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പത്തിരിയും ബീഫും ചില്ലി ചിക്കനും കൂടിയിട്ട് കുഞ്ഞിന് നല്ല പിടിപിടിക്കാൻ പോവാണ്. അതാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാ ഒരു പ്രത്യേക രീതിയിലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഞാനാണ് കേട്ടത്. ഞാൻ നെയ്ച്ചോറും ചിക്കനും ചില്ലി ചിക്കനാണ് കഴിക്കുന്നത്. ഞാൻ ബീഫ് കഴിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ അതൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കുകയാണ്. ചില്ലി ചിക്കൻ സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ, ശരിക്കും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായമാണെങ്കിൽ നൈസ്. അമ്മ എപ്പോഴും നല്ല അടിപൊളിയായിട്ടുള്ള നെയ്ച്ചോറാണ് വയ്ക്കാറ്. എനിക്ക് കടയിൽ നിന്നൊക്കെ കഴിക്കണ പോലെ ഫീൽ ചെയ്യാറ്. പിന്നെ ഞാൻ കഴിച്ചത് ചിക്കൻ അത് ബീഫ് ഞാൻ കഴിക്കാറില്ല. അതാ ബീഫ് കറി ഇരിക്കുന്നുണ്ട്. ചിക്കനാണ് ഞാൻ കഴിച്ചത്. ചിക്കൻ നൈസായിട്ടുണ്ട്, കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ളത് ചില്ലി സൂപ്പർ. ഇതിപ്പം അല്ല മനസ്സിലായില്ല, ഇത് അച്ഛനെടുത്ത് വെച്ചാണ്. ഇതിലെന്താ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാല്, എനിക്ക് പലപ്പോഴും നമ്മുടെ വീട്ടിൽ ഇതിന് മുന്നൊക്കെ ചെയ്ത സമയത്ത് ഭയങ്കര മുറുക്കം തോന്നിയിട്ടുണ്ട്. അതായത് വീട്ടിൽ വെക്കുന്ന പോലെ നല്ല ടൈറ്റ് ആയിട്ടുണ്ടാവും ചിക്കൻ. ഇതില് നല്ല സ്മൂത്താണ്, കണ്ട. അതേപോലെ തന്നെ കറക്റ്റ് കടയിൽ കിട്ടുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ കൊത്തവരപ്പേരി, ഇത് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല. ഉപ്പ് കൂടുതലാണല്ലേ. ഇതില്ലേ കുടുവിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അവൾക്ക് പ്രഗ്നൻസി ക്രേവിങ്സ്, സോ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണ്. കൊത്തവര എനിക്ക് പൊതുവേ വലിയ താല്പര്യമില്ല. പിന്നെ വഴുതനങ്ങ ഫ്രൈ ചെയ്തത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിലിപ്പം പത്തിരി. മിസ്സിങ് ആയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാലഡ്, അതില്ല. ബാക്കിയെല്ലാം
അടിപൊളി. എടുത്ത് പറയാനുള്ളത് നെയ്ച്ചോറ്, ചില്ലി. സോ നൈസ്. ഇന്നത്തെ ശാപ്പാട്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.